നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കണ്ടുപിടിക്കേണ്ടത് പോലീസും കോടതിയുമാണെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. അവൾക്കൊപ്പം അല്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. IFFKയിലെ അവൾക്കൊപ്പം ഹാഷ്ടാഗ് വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നും കുക്കു പരമേശ്വരൻ പ്രതികരിച്ചു. അങ്ങനൊരു കാര്യം നടന്നു എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് സഹിക്കാൻ പറ്റില്ല. അതിനെതിരായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. അത് ആർക്കും സംഭവിക്കാം. അതിനാണല്ലോ പോലീസും സിസ്റ്റവും എല്ലാം ഉള്ളത്. അവരല്ലേ അത് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കേണ്ടവർക്ക് അത് കണ്ടുപിടിക്കണ്ടേ. അവൾക്കൊപ്പം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ IFFK? അങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് വയ്ക്കുന്നല്ല, അങ്ങനെ വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വെയിറ്റ്, IFFK തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഉദ്ഘാടനം നാളെയാണ്. വെയിറ്റ്. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്നും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ പ്രതികരിച്ചു. വിഷയം അക്കാദമിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. പരാതിക്കാരിക്ക് സഹായം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും കുക്കു പ്രതികരിച്ചു. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അതിൻ്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ്. നടപടി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. ഞങ്ങൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അതിനെ നേരിട്ടിട്ടുള്ളത്. അവർക്ക് ആ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്ത് അവർക്ക് അതിനുള്ള എല്ലാ വാഗ്ദാനവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലെത്തിയ അന്ന് മുതൽ. സുനിഷ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ കുക്കു പരമേശ്വരന്റെ 2 വിഷയങ്ങളിലുള്ള പ്രതികരണം കണ്ടു. ഇതിൽ രണ്ടിലും അവൾക്കൊപ്പം എന്നുള്ളതാണോ നിലപാട് എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ IFFKയിൽ ഹാഷ്ടാഗ് വെക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതൊരു സംവിധായകനാണ്. അതിന്മേലൊരു കൃത്യമായ നിലപാട് അവർ പറയുന്നുണ്ടോ? ഇല്ല സ്മൃതി, കൃത്യമായൊരു നിലപാട് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഹാഷ്ടാഗുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ അവൾക്കൊപ്പം അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ എന്തിനാണ് അവൾക്കൊപ്പം ആണോ എന്നൊരു കാര്യം ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇങ്ങോട്ടേക്ക് ചോദിച്ചത്. പിന്നാലെയാണ് ഹാഷ്ടാഗ് തന്നെ ഉയർത്തിക്കാട്ടുമോ എന്ന ചോദ്യത്തിന് IFFK തുടങ്ങിയിട്ടില്ലല്ലോ, നാളെയല്ലേ ഉദ്ഘാടനം, അപ്പോൾ കാത്തിരിക്കൂ എന്നൊരു മറുപടിയാണ് കുക്കു പരമേശ്വരൻ നൽകിയത്. IFFKയുടെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് കുക്കു പരമേശ്വരൻ. ആ വിഷയത്തിൽ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയമായാൽ പോലും ആ പരാതി തനിക്ക് കിട്ടിയിട്ടുണ്ട്, ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കുക്കു പരമേശ്വരൻ പറയുന്നു. ഈ യുവനടിക്ക് വേണ്ട ഈ ചലച്ചിത്ര പ്രവർത്തകയായ ഈ പരാതി കൊടുത്ത സ്ത്രീക്ക് വേണ്ട എന്ത് ആവശ്യവും എന്ത് സാഹചര്യവും അത് ഒരുക്കി കൊടുക്കാമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൽ നടപടിയെടുത്തത്, പിന്നീട് ഈ പരാതി കിട്ടിയപ്പോൾ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അത് ഈ കമ്മിറ്റിക്ക് അകത്തുള്ള വിഷയമാണ്, പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കുക്കു പരമേശ്വരൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ രഹസ്യമൊഴി എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് കോടതിയെ സമീപിച്ചിട്ടേ ഉള്ളൂ പോലീസ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമായിരുന്നു ഇത് DGPക്ക് കൈമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ വിധി പറയുകയാണെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കുക്കു പരമേശ്വരൻ. ഇപ്പോഴാണ് ഈ ഒരു പ്രതികരണം, ഔദ്യോഗികമായ ഒരു പ്രതികരണം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവൾക്കൊപ്പം എന്നോ അല്ലെങ്കിൽ 2 പക്ഷത്തും നിൽക്കാതെ ഒരു തീരുമാനം, കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, അതായത് കോടതി കണ്ടെത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് കുക്കു പരമേശ്വരൻ ചോദിക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്നൊരു കാര്യം കൂടി മുന്നോട്ടേക്ക് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തനിക്ക് പറയാൻ കഴിയില്ല, അത് പോലീസും കോടതിയുമാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതായിരുന്നു മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 2 വിഷയത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി നാളെയാണ് IFFKക്ക് തുടക്കമാകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗിന്റെ ആവശ്യം അത് ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അത് സംവിധായകൻ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഒരു കത്തും നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഈ IFFK തുടങ്ങുമ്പോൾ ഈ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഉണ്ടാകുമെന്നത് തന്നെയാണ് അറിയേണ്ടത്. സ്മൃതി, സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്.